മുളക് ഇങ്ങനെ പഴുത്ത് കിടന്നാലേ ചെടി പോകുന്നാ പറയണേ. ആണോ? അങ്ങനെ വെണ്ടയില വെണ്ടയ്ക്ക ഇന്ന് ഞാൻ മോഷ്ടിച്ചു. എന്തിനാന്നറിയാമോ? ഇതൊക്കെ അപ്പക്ക് പ്രശ്നം ഉണ്ടാക്കാൻ സാധ്യത ഉണ്ട് കേട്ടോ. ഞാനൊരു കാര്യം പറയാം, വീഡിയോ വരുമ്പോഴേ അറിയുള്ളൂ. നിങ്ങളൊക്കെ എന്നെ വലിയ കുറ്റം പറഞ്ഞല്ലോ. ഞാനൊരു കാര്യം കാണിച്ചു തരാം. പണി വേറെ കിട്ടി. ഞാൻ വാ, ഒരുപാട് കളിപ്പിക്കുമ്പോ കിട്ടി. അമ്മ ഹാപ്പിയായി. കിട്ടിയ പണിയാ. അമ്മ വളരെ ഹാപ്പിയായി. ഞാൻ നല്ല ആഹ്ലാദം. ഇന്ന് കടല വേവിക്കുന്നതിന് ഒരു പ്രത്യേകതയുണ്ട്. ഇനി പ്രധാന കഥാപാത്രം ചേർക്കാനുള്ളത് എന്തുണ്ടാക്കുമ്പോൾ ഞാൻ പറയാറുണ്ട്, ഞങ്ങളുടെ കിച്ചണില് ഞങ്ങൾ എങ്ങനെയാ ചെയ്യണേന്നുള്ളതാ കാണിക്കണേന്നാ. ഇതിനൊരു സ്പൂൺ ചേർക്കട്ടോ. പപ്പായ എടുത്തു കൊടുക്കും. ഇന്നത്തെ ഭക്ഷണം നിങ്ങളൊക്കെ കാണുന്നത് പോലെ പുട്ടും കടലക്കറിയുമാണ്. അപ്പോൾ റഫും കൂടെ വന്നു കഴിയുമ്പോഴേക്കും അതിന്റെ ആ മിക്സ് അത്ര ആസ്വാദ്യകരമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അതെ, ഇതില് ഇത്തവണയെ പയറ് നട്ടിട്ട് തീരെ ഗുണായില്ല. കാരണം കാലാവസ്ഥ വ്യതിയാന. ശരിക്കും മെയ് ലാസ്റ്റ് സാധാരണ നടുന്നത് പോലെ തന്നെ പയറ് തൈ മേടിച്ച് ഗ്രോ ബാഗിലൊക്കെ മണ്ണ് നിറച്ച് ചാണകപ്പൊടി എല്ലാം ഇട്ട് നട്ടതാ. പക്ഷെ അതിനുശേഷവും വളമൊക്കെ ഇട്ട്, പക്ഷെ മഴ പെയ്യുമ്പോ അടുപ്പിച്ച് മഴയങ്ങ് പെയ്യും. പിന്നെ മഴ അങ്ങനെ നിന്ന് കഴിഞ്ഞാൽ പിന്നെ മഴയില്ല. അങ്ങനത്തെയുള്ള കാലാവസ്ഥയുടെ ഇതുകൊണ്ട് യാതൊരു തരത്തിലുള്ള ഇമ്പ്രൂവ്മെന്റും പച്ചക്കറികൾക്ക് ഉണ്ടായില്ല. ഒരു 2-3-5 ടൊമാറ്റോയൊക്കെ മേടിച്ചു തോന്നുന്നത്. 3 ടൊമാറ്റോ പൊങ്ങിയിട്ടുണ്ട് അവിടെ. 4 പൊങ്ങിയിട്ടുണ്ട്. 1 പോയെന്ന് തോന്നണം. എനിക്ക് കൃത്യം അറിയില്ല കേട്ടോ അപ്പൊ എത്രയാ മേടിച്ചതെന്നുള്ളത്. ഇവിടെ 2 കൂടെ കിടക്കണ പറിച്ചാലേ നമുക്ക് ഏത്തക്ക മേടിക്കാൻ. നമ്മള് പുറത്ത് പോകണ്ടല്ലോ. ഏത്തക്ക മേടിച്ചിട്ട് നാളെ കൂട്ടുമെഴുക്ക് വരട്ടിയുണ്ട്. അച്ചിങ്ങായും ഏത്തക്കായും കൂടെ ഇട്ട് മെഴുക്ക് വരട്ടിയുണ്ട്. അപ്പൊ ഞാൻ അതുകൊണ്ട് ചെറുതും കൂടെ ഇങ്ങനെ പറിച്ചെടുത്തതാട്ടോ. കഴിഞ്ഞ കൊല്ലത്തെ വെളുത്ത കാന്താരിമുളകിൽ മുളകുണ്ടായി പറിച്ചോളാം. അമ്മയുടെ ഹാപ്പിനെസ്. അത് എന്നാന്നറിയാമോ? മുളക് ഇങ്ങനെ പഴുത്ത് കിടന്നാലേ ചെടി പോകുന്നാ പറയണേ. അങ്ങനെ പറയും. പണ്ടത്തെ കാലത്ത് പറയാറുണ്ട്. പഴയ ആൾക്കാരെല്ലാം പറയും അങ്ങനെ. എന്റെ ഹാപ്പിനെസ് പോകൂന്ന് ഓർത്തിരുന്നിട്ട് അത് വെള്ളം ഒഴിച്ച് പിടിപ്പിച്ചെടുത്താ ഞങ്ങള്. അപ്പ ഒഴിക്കുമായിരുന്നു, ഞാനും ഒഴിക്കുമായിരുന്നു. വളമൊന്നും ഇട്ടിട്ടില്ല കേട്ടോ. വളം ഇടണം. ഇവിടെ വെണ്ടയില വെണ്ടയ്ക്ക ഇന്ന് ഞാൻ മോഷ്ടിച്ചു. എന്തിനാന്നറിയാമോ? മൂത്ത് 2-3 പൂ വിരിഞ്ഞ് നിൽപ്പുണ്ട്. മൂത്ത് പോവാതിരിക്കാൻ മോഷ്ടിച്ച് വെജിറ്റബിൾ ട്രേയിൽ വെച്ചിട്ടുണ്ട്. 2 കൂടെ ആകുമ്പോ സാമ്പാർ വെക്കാം. ശരി. ഞാൻ ഈ ഭാഗത്തുനിന്നാ കട്ട് ചെയ്തത്. ഇതും ഇവിടെ ഒരെണ്ണം കട്ട് ചെയ്തു. ഇതൊക്കെ അപ്പക്ക് പ്രശ്നം ഉണ്ടാക്കാൻ സാധ്യത ഉണ്ട് കേട്ടോ. ഞാനൊരു കാര്യം പറയാം, വീഡിയോ വരുമ്പോഴേ അറിയുള്ളൂ. എന്നെ എപ്പോഴും ഞാൻ കട്ട് ചെയ്യുമ്പോ വഴക്ക് പറയൂല. ഇച്ചിരി കേറ്റി അപ്പ കട്ട് ചെയ്തേക്കണം. കേറ്റി നിർത്തൂല. മൂട്ടിക്കൊണ്ടേ കട്ട് ചെയ്യും. എന്നിട്ട് അവിടെ മുഴുവൻ നശിക്കും. ഞാൻ ഈ മൂട്ടിലെ കട്ട് ചെയ്യും. ഇത് പ്രശ്നം ഉണ്ടാവാൻ സാധ്യത. നിങ്ങളൊക്കെ എന്നെ വലിയ കുറ്റം പറഞ്ഞല്ലോ. ഞാനൊരു കാര്യം കാണിച്ചു തരാം. ഞാൻ കട്ട് ചെയ്തേക്കണ കേട്ടോ. പണി കിട്ടാനുള്ള വഴിയാണ്. എനിക്ക് പണി കിട്ടൂല. അതേ പണി വേറെ കിട്ടി. ഞാൻ വാ. അതെന്താ പണിയാ? ഇതൊക്കെ അപ്പൊ നല്ല ഭംഗിയായിട്ട് എല്ലാം കയറ്റി കട്ട് ചെയ്യും. ഇതൊക്കെ ഇങ്ങനെ വേണം കട്ട് ചെയ്യാൻ. ഇതൊക്കെ ഇതെല്ലാം അപ്പ കട്ട് ചെയ്തേക്കണ പല ദിവസങ്ങളിലായിട്ട്. പക്ഷേ ഇതും കയറ്റി കട്ട് ചെയ്തു. പക്ഷേ കയറ്റി കട്ട് ചെയ്ത സമയത്ത് കത്തി നീണ്ടു പോന്ന. അതെ, എന്നെ ഒരുപാട് കളിപ്പിക്കുമ്പോ കിട്ടി. അമ്മ ഹാപ്പിയായി. കിട്ടിയ പണിയാ. എന്നിട്ട് എന്നോട് പറഞ്ഞ ഒരെണ്ണം കട്ട് ചെയ്ത് ഇങ്ങനെ നീക്കിയപ്പോ കത്തിയുടെ തുമ്പ് കൊണ്ടു. ഞാൻ പറഞ്ഞ ഒന്നും കുഴപ്പമില്ല. എനിക്ക് പലപ്പോഴും ഒടിഞ്ഞു പോകൂല. പക്ഷെ മൂട്ടിലിങ്ങനെ വെക്കുമ്പോ അങ്ങനെ കട്ട് ചെയ്താ ഇതിന് കേടാന്ന് പറയും എന്നോട്. പക്ഷെ ഇത് കയ്യിൽ നിന്ന് തന്നെ കത്തി മുട്ടിപ്പോയി. അമ്മ വളരെ ഹാപ്പിയായി. ഒരു തണ്ട് പോയപ്പോ ഇല്ലേ, ഞാൻ നല്ല ആഹ്ലാദവും. ഇതിപ്പോ വീഡിയോ കപ്പത്തോട്ടത്തില് കപ്പങ്ങ ഉണ്ട്. നാളത്തെ വീഡിയോയില് നമ്മള് കണ്ടതാ. എന്നാ ഇനി കാണിക്കണ്ട, ആൾക്കാർക്ക് ബോറിങ്ങാ. ഇതും കണ്ടതാ. പച്ചമുളക് ഇഷ്ടം പോലെ. അതെ, കുനുകുനുന്നുള്ളത്. കുനിപ്പൻ വേറെ ഇഷ്ടം പോലെ. നല്ല എരിവാന്നുള്ളത്. ഒരെണ്ണൊക്കെ ഇട്ടാ മതി. ഇഷ്ടം പോലെ
അപ്പൊ ദേ നമ്മളില്ലേ രാവിലത്തേക്ക് പുട്ടിന് കടലക്കറി ഉണ്ടാക്കാനായിട്ട് കടല വെള്ളത്തിലിടാൻ പോവാ. അതായത് ഇതേ കറുത്ത കടല കേട്ടോ, തൊലിയുള്ളത് കറുത്ത കടല മതിയാവും. ഇത് നഗക്കെ വെള്ളം ഒഴിച്ച് ഒരു 8 മണിക്കൂറെങ്കിലും മിനിമം കിടക്കണം കുതിരാൻ, എന്നാലേ അത് വേവുമ്പോൾ നല്ല ഇതായിട്ടിരിക്കുള്ളൂ. അപ്പം നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ നഗക്കെ വെള്ളം ഒഴിച്ച് നമുക്കിത് ഇടാം. എന്നിട്ട് വേവിക്കുമ്പോൾ നിങ്ങളെ കാണിക്കാം. ഇന്ന് കടല വേവിക്കുന്നതിന് ഒരു പ്രത്യേകതയുണ്ട്, അത് സസ്പെൻസിലിരിക്കട്ടെ, വേവിക്കുമ്പോൾ പറയാം കേട്ടോ. എങ്ങനെയാണെങ്കിലും ഇപ്പം പറയണില്ല. അപ്പം അതുകൊണ്ടാണ് ഇത് കാണിച്ചത്. കടല റോസ്റ്റ് ഓൾറെഡി ചെയ്തിട്ടുള്ളതാണ്, പക്ഷേ സസ്പെൻസ് ഉള്ളത് കൊണ്ട് മാത്രം കാണിച്ചതാണ് കേട്ടോ. ഓക്കെ, കടല 8-9 മണിക്കൂർ കുതിർത്തി കഴുകി, ഞാൻ കഴുകാതെ കേട്ടോ കടല വെള്ളത്തിലിട്ടായിരുന്നു. അത് കഴിഞ്ഞ് കഴുകി വൃത്തിയാക്കി എടുത്ത് ഇനി വേവിക്കാനുള്ള ശ്രമം കേട്ടോ. നഗക്കെ വെള്ളം ഒഴിച്ച് ഇടുന്ന എന്നാക്കിയാന്ന് കാണിച്ചു തരാം. എന്നിട്ട് നമുക്ക് വേവിച്ച് പുട്ടിന്റെ കൂടെ കഴിക്കാനാ കടല റോസ്റ്റ് അല്ലേ. ഇഷ്ടമുള്ള ഒരു പ്രത്യേകതയുണ്ട് കടല റോസ്റ്റ്, അത് പറയാം നിങ്ങളോട് കേട്ടോ. ഓക്കെ, രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടി ഞങ്ങള് ഒരു നാടൻ കടല റോസ്റ്റ് തയ്യാറാക്കുക. കറുത്ത കടലയാട്ടോ, അത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാലോ. ദേ ചെറിയ കടല, ബ്ലാക്ക്, വൈറ്റ് കടലയല്ല. ദേ വെള്ളത്തിലിട്ട് കുതിർത്തിയതാട്ടോ, അതൊക്കെ എല്ലാവർക്കും അറിയാം. അപ്പൊ നഗക്കെ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി ഞാൻ ഇത്രയും വെള്ളം ഒഴിക്കേണ്ടി വരും എന്തായാലും കടല വേവാൻ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ കടല വെള്ളമായിട്ട് ചാറായിട്ടല്ല എടുക്കണേ, കുറുകി എടുക്കണത്. അത് ഈ റെസിപ്പി എനിക്ക് പറഞ്ഞു തന്ന, ഞാൻ വന്ന ഇടയ്ക്ക് പറഞ്ഞു തന്നത് നമ്മുടെ പുളിമൂട്ടിലെ അമ്മാമ്മയാണ്. പുളിമൂട്ടിലെ കൊച്ചമ്മ പറഞ്ഞു തന്ന റെസിപ്പി ആട്ടോ ഇത്. അപ്പൊ ഇതിന് ഇന്നൊരു സ്പെഷ്യാലിറ്റി ഉണ്ടെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു. അതെന്നാന്ന് ഞാൻ പറയാം, കാണിച്ചു തരാം. അപ്പൊ ഈ കടലയ്ക്ക് ആവശ്യമുള്ള ഉപ്പ് ആദ്യം ചേർക്കണം. ഉപ്പിട്ടാട്ടോ വേവിക്കണത്. അപ്പൊ പോരാകിയുള്ള ഉപ്പ് പിന്നെ നമുക്ക് വേവിച്ച് കഴിയുമ്പോൾ കുറവുള്ളത് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പൊ ഉപ്പ് ഒന്നാം, പിന്നെ ദേ സ്വല്പം തേങ്ങാക്കൊത്ത് കൂടുതൽ വേണമെന്നുള്ളവർക്ക് ഇടാം. ഞാനിപ്പോ ഒരു സ്വല്പം തേങ്ങാക്കൊത്ത് ഇതിലേക്ക് ചേർക്കണ്ടെന്നേ ഉള്ളൂ. പച്ചനെ തന്നെ ചേർക്കുക. ഒരു ടൊമാറ്റോ ചുമ്മാ കണ്ടിച്ചെന്നെ ഇട്ടേക്കണം, കട്ട് ചെയ്ത്. പിന്നെ ഇതിന്റെ ഇടയ്ക്ക് ഒരു സംഗതി ഉണ്ട്, 2 പച്ചമുളകുണ്ട്. ദേ ഇഞ്ചി നൈസായിട്ട് ദേ ഇതിൽ അരിഞ്ഞത് കിടപ്പുണ്ട്. ദേ എല്ലാം പച്ച ഇതിൽ തന്നെയാട്ടോ, ചൂടാക്കണമൊന്നുമില്ല. ദേ ഇഞ്ചിയുടെ പീസുകൾ, ദേ പച്ചമുളകും ഇഞ്ചിയും. ദേ 2 പച്ചമുളക് ഇട്ടിട്ടുള്ളൂ, എരിവുള്ള പച്ചമുളക് ആയതുകൊണ്ട്. പിന്നെ ദേ ഒരു മുഴുത്ത സവോള, ഇഞ്ചിയാ കിടക്കണ മുഴുത്ത സവോള. ഇതുകൊണ്ടൊന്നും ആയില്ല, കാര്യം ഇതിലേക്ക് വന്നിട്ടില്ല. ഇത്രയും സാധനം ഇപ്പൊ ഇതിലേക്ക് ചേർന്നു. ഇനി ചേർക്കാനുള്ളത് മുളക് പൊടി അതെ ഇതിലേക്ക് ചേർക്കും. അല്ല, ഇതിലേക്ക് കുറച്ച് ചേർത്ത് കടലയിലേക്ക് പിടിക്കണ സാധനം മസാലകൾ അതിൽ ചേർക്കാൻ വേണ്ടി റോ ഫോമിൽ സ്വല്പം ചേർത്തേച്ചാണ് ഇത് വേവിക്കണ. പിന്നെ റോസ്റ്റ് ചെയ്യണ, പിന്നെ എണ്ണയിൽ വഴറ്റുമ്പോൾ കാണിച്ചു തരാം. ഇച്ചിരി മല്ലിപ്പൊടി ഇതേ ഒരു ഗ്രേവി കിട്ടാൻ വേണ്ടി. അതൊക്കെ അതേ ഈ അളവിൽ നമുക്ക് ആവശ്യമുള്ള അളവും നമുക്ക് ചേർക്കാം കേട്ടോ. അപ്പോൾ പിരിയം മുളക് പൊടി, മല്ലിപ്പൊടിയാണ് ചേർത്തേക്കണേ. ഇനി സ്വല്പം മഞ്ഞൾപ്പൊടി. അതൊക്കെ നമ്മുടെ ടേസ്റ്റിന് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ ഓരോരുത്തരുടെ ഇഷ്ടം എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ആ രീതിയിൽ അവന് ആഡ് ചെയ്യുക. പിന്നെ ഇനി പ്രധാന കഥാപാത്രം ചേർക്കാനുള്ളത്, അപ്പം നമ്മളിതേ ഇത് വേവിക്കാനായിട്ട് ഇടുമ്പോൾ ദേ ഈ സ്പൂണിന് ദേ ഇപ്പം ഇത് വേവിക്കാനായിട്ട് ഇടുമ്പോൾ ഒറ്റയ്ക്ക് ഒരു സ്റ്റീൽ സ്പൂണിന് ചേർക്കണോളൂ. പിന്നെ ഇത് വെന്ത് കഴിയുമ്പോൾ ഇതിന്റെ മസാല സ്മെല്ലും മറ്റേ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞപ്പൊടി എല്ലാം നമ്മളിപ്പോൾ ഇതിൽ ഓൾറെഡി ആഡ് ചെയ്തിട്ടുണ്ടല്ലോ. അപ്പൊ അതിന്റെ എല്ലാം കൂടെ മസാലക്കൂട്ട് എങ്ങനെയുണ്ടെന്ന് അറിഞ്ഞിട്ട് ഉള്ളിയൊക്കെ മൂപ്പിച്ച് ഇതിലേക്ക് ചേർക്കണ സമയത്ത് ഇത് ആഡ് ചെയ്യുവാണെങ്കിൽ നിങ്ങളെ കാണിച്ചു തരും. ഇപ്പം ഈ സ്പൂണിന് 1 സ്പൂണാണ് ചേർത്തേക്കണം കേട്ടോ. പിന്നെ നമുക്ക് ഗ്യാസ് ഓൺ ചെയ്ത് ഉപ്പ് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഗ്യാസ് ഓൺ ചെയ്ത് കടല വേവിക്കാനായിട്ട് വെക്കാം. അരമണിക്കൂർ വേവ് വേണ്ടി വരും. കാരണം കറുത്ത കടലയല്ലേ. വെളുത്ത കടലയ്ക്കാണെങ്കിൽ വേവ് കുറവാണ്. ഇവിടെ കൂടുതലും ഈ കറുത്ത കടലയാട്ടോ വാങ്ങിക്കണത്. ഇതിനോടാണ് താല്പര്യം, അതുകൊണ്ടാണ് ഇത് വാങ്ങിക്കണത്. അപൂർവമായിട്ട് വെളുത്ത കടലയും വാങ്ങിക്കാറുണ്ട്. നമുക്ക് ഗ്യാസ് ഓൺ ചെയ്ത് പരിപാടി തുടങ്ങാം. ഓക്കെ, അടയ്ക്കട്ടെ.
ഞാനൊന്ന് തുറക്കാട്ടോ. സാധനം വെന്തിട്ടുണ്ട് ഉദ്ദേശം. ശരിക്കും വെന്തു. ഇനി നമുക്കിത് ഞാൻ കാണിച്ചു തരാം. അല്ല അത് കാണിക്കേണ്ട കാര്യമില്ല. ഇനി പൊടിയിട്ടത് സ്വല്പം വെള്ളത്തിൽ നമ്മുടെ ഈ സവോളയും ടൊമാറ്റോ ഒക്കെ അതിൻ്റെ ഗ്രേവി ആട്ടോ. അത് പിന്നെ ഇച്ചിരി പൊടികൾ നമ്മൾ ചേർത്താറുന്നല്ലോ അതിൻ്റെ ഗ്രേവി. തേങ്ങാക്കൊത്ത എല്ലാം ഉണ്ട്. ദേ ഒന്ന് കാണിച്ചു തരാം. കാണിച്ചു തരാം. അങ്ങനെയല്ലേ കടലയുടെ ഗ്രേവി കാണിച്ചത്. ഞാൻ കടല അതിലേക്ക് അരച്ചൊന്നും ചേർക്കാറില്ല കേട്ടോ. ചിലർ പറയും അരച്ച് ചേർത്താൽ കൊഴുപ്പ് കിട്ടുമെന്ന്. എനിക്ക് അതിൻ്റെ ടേസ്റ്റ് അത്ര താല്പര്യമില്ല. അതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്യാറില്ല. ഇങ്ങനെ തന്നെ വേവിച്ചെടുക്കുള്ളൂ. അതിന് പകരം ഞാൻ സവോളയും ടൊമാറ്റോയും ചേർക്കും. അപ്പം ഗ്രേവി കുഴങ്ങി വരും. ഇനി ഇതേ ഇടികല്ലിൽ ചതച്ചെടുക്കണം. വെളുത്തുള്ളി ചുമന്നുള്ളി യഥേഷ്ടം. ഇച്ചിരി വേപ്പിലയും കൂടെ വേണം. അത് ചതച്ച് നമുക്ക് പൗഡർ ചേർത്ത് കറി തയ്യാറാക്കാം കേട്ടോ. ചതച്ചെടുക്കട്ടെ. എടുത്തോ. എണ്ണ മൂത്തും ഉള്ളി വേപ്പില 2 തരം ഉള്ളിയും വേപ്പില. ഇതിന് പിന്നെ കടുക് പൊട്ടിക്കണ്ട. ശരിയാട്ടോ. അത് വളരെ കറക്റ്റാ. എല്ലാവരും ശരിക്കും ശ്രദ്ധിച്ചോളുക. ഉള്ളിയൊക്കെ കാണുന്നുണ്ടല്ലോ. 2 തരം ഉള്ളിയും വേപ്പില ഇട്ടിട്ടുണ്ട്. ശരിക്കും നോക്കിക്കോളുക. ഇഞ്ചി ഇല്ലേ? ഇല്ല, ഇഞ്ചി വേവിക്കാൻ പറ്റില്ല. ഇഞ്ചി വളർത്തുമ്പോഴല്ലോ. അപ്പൊ ഇഞ്ചി ഇല്ല കേട്ടോ. ഇല്ല. 2 തരം ഉള്ളിയും വേപ്പില എനിക്ക് ആവശ്യത്തിനുള്ളത് ഞാൻ ഇട്ടു. ഞാൻ അങ്ങനെ പറയുള്ളൂ. ഇനി കാരണം അത് പറഞ്ഞാൽ മതിയല്ലോ. ഓരോരുത്തർക്കും ഓരോരോ ടേസ്റ്റുകളല്ലേ. അതെ, തീർച്ചയായും. അവര് അതിനെ ബഹുമാനിക്കണം. അതിനെ അല്ലാണ്ട് ഞാൻ എപ്പോഴും നിങ്ങളോട് ഏത് കറികളും ഏത് മറ്റ് ഐറ്റംസും ഫ്രൈഡ് ഐറ്റമോ അല്ലെങ്കിൽ മറ്റ് സ്നാക്സോ എന്തുണ്ടാക്കുമ്പോഴും ഞാൻ പറയാറുണ്ട് ഞങ്ങളുടെ കിച്ചണിൽ ഞങ്ങൾ എങ്ങനെയാണ് ചെയ്യണേന്നുള്ളതാ കാണിക്കണേന്നാണ്. പിന്നെ നിങ്ങൾ എങ്ങനെയാ ചെയ്യണമെന്നുള്ളത് ഷെയർ ചെയ്യാനും പറയാറുണ്ട്. കാരണം എനിക്ക് ചേഞ്ചസ് വരുത്താനാണ്. ചേഞ്ചസ് വരുത്തി എനിക്ക് ചെയ്ത് നോക്കിയാൽ നല്ലതാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ചെയ്യാലോ എന്ന് കരുതിയാ ഞാൻ പറയണേ. അപ്പൊ നല്ലവരായ ഒരുപാട് പേര് അത് സ്വീകരിച്ചിട്ട് അവരുടെ അഭിപ്രായങ്ങൾ അവർ തരാറുണ്ട് കമന്റ് ബോക്സിൽ. എനിക്കത് കാണുമ്പോൾ വളരെ സന്തോഷമുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ഉള്ളി മൂക്കാറായി. ഒരു സ്പൂൺ വടിച്ച കറി പൗഡർ, ചന്ന കറി പൗഡർ കേട്ടോ. ഷാറാസിന്റെ ഇടണം. ഇച്ചിരി അവരുടെ തന്നെയാണ് പെപ്പർ പൗഡർ. മറ്റേ എരിവ് മുളക് പൊടി ഞാൻ ആഡ് ചെയ്യണില്ല കേട്ടോ. കാരണം ബാക്കിയുള്ള എരിവുകളെല്ലാം ഓൾറെഡി ഇതിലുണ്ട്, പച്ചമുളക് ഉൾപ്പെടെ. അതുകൊണ്ടാണ് ചേർക്കാത്ത കേട്ടോ. കറി പൗഡർ ഇതേ ചേർത്തിട്ടുണ്ട്, പെപ്പർ പൗഡറും ചേർത്തിട്ടുണ്ട്. ഇത് മൂത്ത് കഴിഞ്ഞാൽ കറി ഇതിലേക്ക് മറയ്ക്കുവാണേ. ആയിക്കോട്ടെ. നല്ല സ്മെല്ല് വരുന്നുണ്ട്. ഇളക്കി ഒന്ന് മിക്സ് ആക്കട്ടെ കേട്ടോ. പ്രാണിയാണെങ്കിൽ ഓടി കിടക്കണം അല്ലേ. ഇതിലേക്കൊന്ന് വിടായിരുന്നാ മതി. ഇത് വെളുത്ത പാത്രം ആയതുകൊണ്ട് നല്ല ഭംഗി. അതുകൊണ്ടാണ് ഞാൻ ഇതെടുത്തത്. ഇത് അന്ന് നമ്മളെ ഇതിന്ന് മേടിച്ച എംബെക്സിന്റെ. മല്ലിയില ഇടുന്നുണ്ടോ? മല്ലിയില ഇടണം. ഫോട്ടോ എടുക്കണമല്ലോ. ശരിയാവൂല. എന്നാന്ന് വെച്ചാൽ പിന്നെ നാളെ അങ്ങനത്തെ ഫോട്ടോ ആയിരിക്കുമല്ലോ ഗ്രേവിയോട് കൂടി ചേർത്താൽ. ശരിക്കുള്ള ഫോട്ടോ ഇന്ന് എടുത്തോട്ടോ. മല്ലിയില എടുത്തോണ്ട് വരട്ടെ. ഇപ്പൊ കറക്റ്റായി. നോക്കിക്കോ. ഇനി പടമൊക്കെ എടുത്തോ. അതെ. ഇനി പുട്ടി കഴിയുമ്പോ എല്ലാവർക്കും കാണാം, കഴിക്കുകയും ചെയ്യാം. അപ്പൊ ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ ആദ്യം. എന്നിട്ട് പുട്ട് കഴിക്കുമ്പോ അപ്പയുടെ അഭിപ്രായം ചോദിക്കാം. നോക്കട്ടെ. 2 കടല എടുത്ത് ചാറൊക്കെ എടുക്കുക. ചാറൊന്നും വേണ്ട, ചൂടാ. നോക്കട്ടെ. നല്ല കറിയാ. കടല നല്ലതാണ്, മിക്സിംഗ് ഒക്കെ നല്ലതാണ്. പെപ്പർ പൗഡറും ചെന്ന മസാല പൗഡറും കൂടെ ചേർന്ന് കഴിഞ്ഞപ്പോൾ കറി ഈസ് വെരി ഗുഡ്, വെരി നൈസ് കേട്ടോ. അപ്പൊ നമ്മുടെ ചെന്ന മസാല ഓൾറെഡി കറക്റ്റ് ഇരുന്ന് പിടിച്ചു. ഇനി നമുക്ക് ബൗളിലേക്ക് എടുത്താൽ മതി. അതിന്റെ കൂടെ അപ്പറേ അത് പിടിച്ചോ, അപ്പറേ അരിപ്പുട്ട. ഇനിയിപ്പോ ഈ ഫോമിൽ കിട്ടൂല, പടം എടുത്തോ. കാരണം ബൗളിലേക്ക് എടുക്കുക. ഓക്കെ, അരിപ്പുട്ട് കോംബോ. പപ്പടം ഇല്ലാതെ പോയി. അതും കൂടെ ഉണ്ടെങ്കിലേ അപ്പയ്ക്ക് പൂർണ്ണമായിട്ട് തൃപ്തിയാവുള്ളൂ. അത് വീഡിയോ കാണുമ്പോ പറയും കേട്ടോ. ഇല്ലാതെ പോയി. കാരണം എന്നാന്നറിയാമോ, കുരുമുളക് പപ്പടവും മുളക് പപ്പടവും ഒക്കെ മേടിച്ചുകൊണ്ട് പിന്നെ നീ കൊണ്ടുവന്നുകൊണ്ട് ഞാൻ പപ്പടത്തിന്റെ ഓർത്തില്ല. ഈ ഇരിക്കുന്നത് തീരട്ടെ എന്ന് കരുതി എനിക്കിങ്ങനെ കൂടുതൽ നിങ്ങൾക്ക് അറിയാലോ മേടിച്ചിങ്ങനെ
എനിക്കത് ഇഷ്ടക്കുറവാണ്. അപ്പൊ അത് കാരണം അത് തീരട്ടേന്ന് കരുതി ഇന്നലെ ഞാൻ കരുതിയതാണ്. പക്ഷെ അതുകൊണ്ടാട്ടോ മേടിപ്പിക്കാതിരുന്നത്. അപ്പൊ നമുക്ക് എടുക്കാം. പിന്നെ കറി എടുക്കും ആദ്യം. നോക്കിക്കോ, നീ ഇത് ഫുള്ളെടുത്തെന്നല്ലേ പറഞ്ഞേ? ഞാനൊന്ന് ഇളക്കുവാ കേട്ടോ. എന്റെ ഗ്രേവിയൊക്കെ ഒന്ന് കാണിക്കാം. ശരിക്ക് പിടിച്ചു നീ പറഞ്ഞോളതേ. അമ്മാമ്മയുടെ ആ റെസിപ്പി വളരെ സൂപ്പറാ. പുളിമൂട്ടിലെ അമ്മാമ്മയുടെ അല്ലേ, വെരി ടേസ്റ്റി. പൊടിയും കൂടെ അങ്ങ് ഇട്ട് കഴിഞ്ഞപ്പോ നല്ല അടിപൊളി. നമുക്ക് കൊരട്ടെ എന്നാ. എനിക്ക് വശം കുറവാന്നാലും അല്ല അവിടെ നിന്നും ഈ പുട്ടിവിടെ ഇരിക്കണോണ്ടേ ഭയങ്കര ചൂട്. കയ്യെങ്ങാൻ മുട്ടിക്കഴിഞ്ഞാ പുട്ടുകണേന് മുട്ടിയായി എല്ലാ പരിപാടിയും കഴിഞ്ഞു. അതോടെ അന്നേരം ഞാൻ വെച്ച് തരാം. എന്നാന്നോ അത് തോട്ടെ. ഞാൻ അപ്പം എടുത്തോളും. ഇനി നമുക്ക് പുട്ടെടുക്കാം. ഇങ്ങനെ പിടിച്ച് വേണമെങ്കിൽ എടുത്തത്. ചൂടോട് കൂടിയാ കുത്തണത്. ഒരു പക്ഷേ ചിലപ്പോൾ പൊടിഞ്ഞു പോകട്ടെ. അതുകൊണ്ടാ നല്ല ചൂടാണ്. ചൂടോട് കൂടി കുത്തി എന്തായാലും സ്വല്പം പൊടി. ഞാൻ അപ്പയ്ക്ക് ചൂടായി ഇഷ്ടം. അതുകൊണ്ട് ഞാൻ ചിലപ്പോൾ പൊടിയോട്ട് എടുക്കണ്ടേ, പറയാൻ പറ്റില്ല. ഏതായാലും ഭാഗ്യവശാൽ എന്തോ പൊടിഞ്ഞിട്ടില്ല. നല്ല ചൂടുണ്ട്. ആവി പറക്കണ പിടിച്ചോ. എന്നിട്ട് നമുക്ക് അപ്പയ്ക്ക് കഴിക്കാൻ കൊടുക്കാം. സ്പൂൺ എടുത്തോണ്ട് വരട്ടെ കേട്ടോ. ഇതിനൊരു സ്പൂൺ വെച്ചേക്കാട്ടോ. പപ്പായ എടുത്തു കൊടുക്കും. രാമാറ്റിൽ വെച്ചു പപ്പായ. കാരണം സ്പൂൺ പോരാനോ. ഇന്നത്തെ ഭക്ഷണം നിങ്ങളൊക്കെ കാണുന്നത് പോലെ പുട്ടും കടലക്കറിയുമാണ്. ഒരു ഐറ്റം കുറവുണ്ട്, പപ്പടം. അത് തീർന്നുപോയി. ചുട്ട പപ്പടവും പുട്ടും കടലയുമാണ് നമ്മുടെ ഇന്നത്തെ ഡിഷ്. വളരെ നല്ലൊരു കോമ്പിനേഷനാണ്. ഈ കടല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ വാങ്ങാറുള്ളത്, ഈ ഒരു ആവശ്യത്തിന് വേണ്ടി വാങ്ങാറുള്ളത് തൊലിയുള്ള കടലയാണ്, ബ്രൗൺ കടലയാണ്. ബ്രൗൺ കടലയാണ് എന്നെ സംബന്ധിച്ച് എനിക്ക് ഏറ്റവും രുചികരമായിട്ടും തോന്നിയിട്ടുള്ളത്. പക്ഷേ ബ്രൗൺ കടലയ്ക്കുള്ള ഒരു ദോഷം ഞാൻ കണ്ടത്, ഈ തൊണ്ട, പ്രത്യേകിച്ച് ചെറിയ കടലയാണെങ്കിൽ നമ്മൾ സ്വല്പം വായിലിട്ട് കഴിഞ്ഞാൽ വായിൽ നിറച്ച് തൊണ്ടായിരിക്കും. പക്ഷെ രുചി അതിനാണ്. ഈ തൊലിയുള്ള കടലയ്ക്കാണ് രുചി. അപ്പോൾ ഈ തൊലി പേടിച്ച് പലപ്പോഴും നമ്മൾ ഈ കടലക്കറിയിൽ നിന്ന് പയറ് കറിയിലേക്ക് മാറാറുണ്ട്. പയറ് കറിയെ സംബന്ധിച്ച് ഈ പ്രശ്നങ്ങളൊന്നുമില്ല. വളരെ ഹൃദ്യവും സ്വാദിഷ്ടവുമാണ്. നല്ല വൻപയർ നല്ല വെണ്ണ പോലെ വേവിച്ച് നേർപ്പിച്ചെടുക്കുന്ന കറി ഇതുപോലെ തന്നെ യൂസ് ചെയ്യാവുന്നതാണ്. ഈ കടലക്കറി ഒരു നല്ല ഡിഷാണത്. നല്ല കുഴഞ്ഞിരിക്കുന്ന, ചാറ് വളരെ കുറവായിട്ടുള്ള കുഴഞ്ഞിരിക്കുന്ന ഒരു കടലക്കറി വളരെ രുചികരമാണ്. വെറുതെ കഴിക്കുന്നതിന് പോലും ഇത് വളരെ ഹൃദ്യമാണ്. അത്രയ്ക്ക് ടേസ്റ്റിയാണത്. ഇത് ഞങ്ങളുടെ ഫാമിലി ഫ്രണ്ട് മറ്റേ ഞങ്ങളുടെ പുളിമൂട്ടിലെ അമ്മണി കൊച്ചമ്മയുടെ ഒരു റെസിപ്പിയാണ്. അന്ന് പഠിച്ച് ഒരുപാട് നാൾ മുമ്പ് ആ കൊച്ചമ്മ മരിച്ചുപോയി. അപ്പോൾ ആ കൊച്ചമ്മ പറഞ്ഞു കൊടുത്ത് പഠിപ്പിച്ച ഒരു റെസിപ്പിയാണ്. അപ്പോൾ അത് വളരെയേറെ രുചികരമാണ്. വെറുതെ കഴിക്കുന്നതിന് പോലും അത് വളരെ ആസ്വാദ്യകരമാണ്. അത്രയ്ക്ക് രുചികരമാണ്. അതിൻ്റെ റെസിപ്പി എനിക്ക് തോന്നുന്നത് ഇതിനു മുമ്പ് പല പ്രാവശ്യം ഇട്ടിട്ടുള്ളതാണെന്ന് തോന്നുന്നു. അപ്പോൾ ഇനി നമുക്കതിൻ്റെ പുട്ട് ചേർത്ത് കഴിക്കാം. ഇനി ശരിക്ക് ഇതിൻ്റെ കൂടെ ഒരു പപ്പടവും കൂടിയാണ് ഇതിൻ്റെ മേലെ വെച്ച് ഈ സ്പൂണിൻ്റെ മറുവശം കൊണ്ട് പതുക്കെ ഒന്ന് ഞെരിക്കണത്. എന്നിട്ടാണത് ഇങ്ങനെ സ്പൂണിലെടുത്ത് കഴിക്കേണ്ടത്. അപ്പോൾ താഴെ പുട്ടും അതിൻ്റെ മേലെ കടലക്കറിയും അതിൻ്റെ മേലെ പപ്പടവുമായിട്ടുള്ള ഒരു സാൻഡ്വിച്ച് ഫോമിലാണ് നമുക്ക് വായിലേക്ക് കിട്ടുന്നത്. വളരെ ആസ്വാദ്യകരമാണ്. വളരെ രുചികരവും ആസ്വാദ്യകരവുമാണ് ഈ കടലക്കറി. ഇതിനുള്ള വേറൊരു ചെറിയ പ്രശ്നം, പരിമിതിയും,
സ്വല്പം ഗ്യാസ് ഫോം ചെയ്യും വയറ്റിന് ഇത് കഴിച്ചാൽ. പ്രത്യേകിച്ച് ഓഫീസിലൊക്കെ പോയി ഇരിക്കുന്നവർക്ക് അതൊരു ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും. രുചി കൊണ്ട് നമ്മൾ ചിലപ്പോൾ ഇച്ചിരി കൂടുതൽ കഴിക്കും. കഴിച്ചു കഴിഞ്ഞാൽ ഓഫീസിലൊക്കെ ചെന്നിരുന്ന് കഴിഞ്ഞാൽ വയറങ്ങ് വീർക്കും. ആ ഒരു ദോഷമേ ഉള്ളൂ. അതുകൊണ്ട് വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട് ഇഷ്ടം പോലെ. അപ്പോൾ അതുകൊണ്ട് വളരെ ആസ്വാദികരമായ ഒരു കറിയാണെന്ന് ഞാൻ പറഞ്ഞു. നിങ്ങൾക്ക് എല്ലാവർക്കും അത് പരീക്ഷിക്കാവുന്നതാണ്. ഇറ്റ്സ് ആൻ എക്സലന്റ് ഡിഷ്, ഒരു സംശയമില്ല. അതും ഗോതമ്പ് കൂട്ടിനേക്കാൾ കൂടുതൽ ഇത് മാച്ച് ചെയ്യുന്നത് അരിപ്പൂട്ടിനാണെന്ന എൻ്റെ ഒരു അനുഭവം എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം ഗോതമ്പ് കൂട്ട് കുറച്ച് റഫാണ്, ഈ കറിയും കുറച്ച് റഫാണ്. അപ്പോൾ റഫും കൂടെ വന്നു കഴിയുമ്പോഴേക്കും അതിൻ്റെ ആ മിക്സ് അത്ര ആസ്വാദികരമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. നേരെ മറിച്ച് ഈ അരിപ്പൂട്ടാകുമ്പോൾ വളരെ മൈൽഡ് ആൻഡ് സോഫ്റ്റ് ആണ്. അപ്പൊ അതിലേക്ക് ഒരു തീക്ഷ്ണമായ കറി നമ്മൾ ഒഴിച്ചു കഴിയുമ്പോൾ ആ രണ്ടിന്റെയും കൂടിയുള്ള കോംബോ വളരെ ആസ്വാദികരമാണ്. എല്ലാവർക്കും അതൊന്ന് പരീക്ഷിക്കാവുന്നതാണ്. ഓൾ ദി ബെസ്റ്റ്. നിർത്തിയെടുത്തേ. അമ്മ പേടിച്ചിടുന്നേ. അത് അതിലേക്ക് മുട്ടാതെ മതി. മതിയോ? അപ്പൊ കഴിച്ചു. ഇവര് തേങ്ങാക്കൊത്ത് ഇട്ടേക്കണ്ടേ. തേങ്ങാക്കൊത്ത് കുറച്ചാണ് ഞാൻ ഇട്ടായിരുന്നു. അത് കാണിച്ചിട്ടുണ്ട് കഴിക്കുമ്പോൾ. പുട്ടും കടല ഞാൻ അന്നേരം കഴിക്കാൻ വെയിൽ വന്നപ്പോൾ തുണിയൊക്കെ വെയിലത്തിടാൻ പോയതാ. അതുകൊണ്ട് ഇവര് കഴിച്ചപ്പോൾ ഞാൻ കഴിക്കാൻ ഡിലേ ആയത് അതുകൊണ്ടാട്ടോ. ഈ വെയിൽ നോക്കി വെയിലത്തേക്ക് തുണിയിടും. പിന്നെ ചാറ്റലും കൂടെ വരുമ്പോഴത്തേക്കും പെട്ടെന്ന് ടെറസ് മുകളിലേക്ക് അകത്ത് ഈ പന്തൽ പോലെ ഇട്ടേക്കണം കൊണ്ട് അതിൻ്റെ ഷെയ്ഡിലേക്ക് അങ്ങ് ഇട്ടാൽ മതി. അപ്പം മാക്സിമം ഉണങ്ങാവുന്ന അങ്ങ് ഉണങ്ങി കിട്ടിയാ സൗകര്യമില്ല. അതുകൊണ്ട് അപ്പം ഞാൻ കഴിക്കും കേട്ടോ. നീ കഴിക്കട്ടെ. അപ്പൊ ഇന്ന് കാലാവസ്ഥയൊക്കെ നോക്കുക. കാർ എടുക്കണോ സ്കൂട്ടർ എടുക്കണോ? മഴയില്ലാത്തതുകൊണ്ട് സ്കൂട്ടറിനാ. കാറും കൊണ്ട് പോയാലും അവിടെ എല്ലാം ഭയങ്കര പാടാപ്പ. പണ്ടത്തെ പോലെയല്ല, ഭയങ്കര കഞ്ചക്ഷനാണ്. അത് കാരണം നിവൃത്തി ഉണ്ടെങ്കിൽ സ്കൂട്ടറിലേ പോവുള്ളൂ. കൊടുത്തു വിട്ടോ എല്ലാം? പോവാ. 2 കൂട്ടം ഇപ്പേ ഉള്ളൂ. വൈകുന്നേരം നമ്മള് 3 പേരും കൂടെ പോയി ബിഗ് ഷോപ്പിംഗ്. ബിഗൊന്നുമില്ല, എന്നാലും കുറച്ച് ഐറ്റംസ് ഒക്കെ മേടിക്കാനുണ്ട്.